അപ്പോൾ ഞങ്ങൾ നെറ്റി മെറ്റീരിയൽ എടുത്ത ഷോപ്പ് കണ്ടാലോ? നമ്മൾ ട്രെയിനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളുടെ സ്ഥലം ഇവിടെ കരുനാഗപ്പള്ളിയാണ്. ഇവിടുന്ന് ട്രെയിന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എറണാകുളം എന്ന് പറയുമ്പോൾ ഒരുവിധം പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏത് ഷോപ്പാണെന്നുള്ളത്. ഇത് എറണാകുളം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഓട്ടോയ്ക്ക് ചാർജ് ഒരു 130 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ ബസ്സിന് പോകേണ്ടവർക്ക് ബസ്സിന് പോകാം. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ പോയി. അവിടെ ബ്രോഡ്വേയിൽ ഓട്ടോയിൽ ഇറങ്ങിയായിരുന്നു. ഈ കാണുന്നത് രാജധാനിയാണ് കേട്ടോ. ഇവിടെ ഇവിടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ഷോപ്പാണിത്. ചുരിദാർ മെറ്റീരിയലിന് നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറുന്നത് നല്ലതാണ്. ചുരിദാർ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മുംബൈ പ്രിൻ്റ്. അപ്പോൾ ആ ഒരു ഓട്ടോ കിടക്കുന്നത് ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അവിടെ ആണ് നമ്മൾ നൈറ്റി മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പ് അതാണ്. അപ്പോൾ മുംബൈ പ്രിൻ്റിനെ കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു വലിയ കടക്കാരൊക്കെ വന്നെടുക്കുന്ന ആ ഒരു ഷോപ്പാണ് അത് കേട്ടോ. ഈ ഒരു ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതെല്ലാം ഓരോ ഷോപ്പുകാരും വീട്ടുകാരും ഒക്കെ അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം അവർ അയക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ചില്ലറയായിട്ടൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, അതിനപ്പുറത്തുനിന്ന് ബണ്ടിലായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ഞങ്ങൾ കരുനാഗപ്പള്ളി എത്തിയപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അതിനടുത്തൊരു വീട്ടിലാണ് വണ്ടി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയലെല്ലാം അവർ പിറ്റേന്നാണ് അയച്ചു തന്നത്. പിറ്റേന്ന് ഒരു വൈകിട്ട് 3 മണിയോടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽ എടുക്കണമെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കുക കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.